ഹലോ ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് കേട്ടറ്റ് ഏപ്രിൽ 2024 കാറ്റഗറി 1ൻ്റെ EVS ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ 15 ക്വസ്റ്റ്യൻസാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. 16ാമത്തെ ചോദ്യം, നിലവിലുള്ള ശാസ്ത്രീയ അറിവുകളെയും ആശയങ്ങളെയും ചോദ്യം ചെയ്യാനും പര്യവേക്ഷണം ചെയ്യാനും വെല്ലുവിളിക്കാനുമുള്ള കഴിവ് വികസിപ്പിക്കുന്നതിന് പ്രാപ്തി ഉണ്ടാക്കുന്ന സയൻസ് പഠന ലക്ഷ്യം. നിലവിലുള്ള ശാസ്ത്രീയ അറിവുകളെയും ആശയങ്ങളെയും ചോദ്യം ചെയ്യാനും പര്യവേക്ഷണം ചെയ്യാനും വെല്ലുവിളിക്കാനുമുള്ള കഴിവ് വികസിക്കുന്നതിന് പ്രാപ്തി ഉണ്ടാക്കുന്ന സയൻസ് പഠന ലക്ഷ്യം. ശാസ്ത്രീയ സർഗാത്മകത, നിരീക്ഷണം, വൈജ്ഞാനിക വികാസം, ശാസ്ത്രീയ മനോഭാവം. എന്താണ് ആൻസർ? ശാസ്ത്രീയ മനോഭാവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔഷധ സസ്യ ഉദ്യാനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്. മിയാവാക്കി ഉദ്യാനങ്ങൾ, സെൻ ഉദ്യാനങ്ങൾ, അപ്പോത്തിക്കരി ഉദ്യാനങ്ങൾ, ഹോർട്ടിക്കൾച്ചർ ഉദ്യാനങ്ങൾ. ഔഷധ സസ്യ ഉദ്യാനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അപ്പോത്തിക്കരി ഉദ്യാനങ്ങളാണ്. നെക്സ്റ്റ്, ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം മൃഗങ്ങളെ വിൽക്കൽ, കൂടില്ലാത്ത മൃഗങ്ങൾക്ക് താൽക്കാലിക പരിചരണവും പാർപ്പിടം നൽകലും, ഷോകൾക്കായി മൃഗങ്ങളെ പരിശീലിപ്പിക്കൽ, പരിക്കേറ്റ വന്യജീവികളെ രക്ഷിക്കൽ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? പരിക്കേറ്റ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പരിക്കേറ്റ വന്യജീവികളെ രക്ഷിക്കൽ അല്ലെങ്കിൽ സംരക്ഷിക്കലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സങ്കീർണമായ ഗാനങ്ങൾ, ദീർഘദൂര ദേശാടനം, ഇണചേരലിനായി ചെറു ചൂടുവെള്ളത്തിലേക്കുള്ള വാർഷിക യാത്ര എന്നിവയ്ക്ക് പേര് കേട്ട സമുദ്രസസ്തനി. സങ്കീർണമായ ഗാനങ്ങൾ, ദീർഘദേശാടനം, ഇണചേരലിനായി ചെറു ചൂടുവെള്ളത്തിലേക്കുള്ള വാർഷിക യാത്ര എന്നിവയ്ക്ക് പേര് കേട്ട സമുദ്രസസ്തനി, ബലുഗ തിമിംഗലം, ബോട്ടിൽ നോസ് ഡോൾഫിൻ, ഹബ്ബാക്ക് തിമിംഗലം, വാൾഡ്രസ്. എന്താണ് കറക്റ്റ് ആൻസർ? ഹബ്ബാക്ക് തിമിംഗലമാണ് കറക്റ്റ് ആൻസർ. വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക മൂല്യങ്ങൾ വളർത്തുന്നതിന് ഏറ്റവും ഫലപ്രദമായ അധ്യാപന രീതി. പാരിസ്ഥിതിക മൂല്യങ്ങൾ വളർത്തുക, എൻവയോൺമെൻറ്റൽ വാല്യൂസ് വളർത്തുന്നതിന് ഏറ്റവും ഫലപ്രദമായ അധ്യാപന രീതി ഏതാണ്? പ്രഭാഷണ രീതിയാണോ? ആശയ ചിത്രീകരണമാണോ? ബഹുവികൽപ്പ ചോദ്യങ്ങളുള്ള പരീക്ഷകളാണോ? ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? ഫീൽഡ് സന്ദർശനങ്ങളും വാതിൽപ്പുറ പ്രവർത്തനങ്ങളുമാണ് വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക മൂല്യങ്ങൾ വളർത്തുന്നതിന് ഏറ്റവും ഫലപ്രദമായ അധ്യാപനം. നെക്സ്റ്റ്, യൂട്രോഫിക്കേഷൻ ജല ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. യൂട്രോഫിക്കേഷനൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. യൂട്രോഫിക്കേഷൻ ജല ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. ജലാശയത്തിലെ യൂട്രോഫിക്കേഷൻ്റെ പ്രധാന കാരണം കൃഷിയിടത്തിൽ നിന്നുള്ള പോഷകങ്ങളുടെ കുറഞ്ഞ ഒഴുക്ക്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമിത പോഷണമാണ്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമിത പോഷണം. അപ്പോൾ കൃഷിയിടത്തിൽ നിന്നുള്ള പോഷകങ്ങളുടെ കുറഞ്ഞ ഒഴുക്ക് അത് തെറ്റാണ്. വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവിലെ വർധനവ്, പോഷകങ്ങളുടെ അമിതമായ സാന്നിധ്യം, പാറകളുടെ സ്വാഭാവിക അപക്ഷയം. ഇപ്പോൾ ഒരു ജലാശയത്തിൽ പോഷകങ്ങൾ അടിഞ്ഞു കൂടുന്നതിന്, അമിത പോഷണം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. ഇത് ജലാശയത്തിലെ ഓക്സിജനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ അത് സൂക്ഷ്മാണുക്കളുടെ വർധനവിന് കാരണമാകുകയും അപ്പോൾ ഈ രാസവളങ്ങളുടെ ഒഴുക്ക്, മലിനജലം എന്നിവ പായലുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? പോഷകങ്ങളുടെ അമിതമായ സാന്നിധ്യം. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അമിത പോഷണം എന്നാണ്.
നെക്സ്റ്റ്, ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം എന്താണ്? പരമ്പരാഗത ക്ലാസ് റൂം പഠനത്തെ പരിവർത്തിപ്പിക്കൽ, ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്തലും ശക്തിപ്പെടുത്തലും, പഠനത്തിൻ്റെ പ്രാഥമിക ഉറവിടമായി പ്രവർത്തിക്കൽ, വിദ്യാർത്ഥികൾക്ക് വിനോദം നൽകൽ. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്തലും ശക്തിപ്പെടുത്തലുമാണ്. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ CPR കൊടുക്കുക എന്നൊക്കെ പറയും. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോ വാസ്കുലർ പമ്പിംഗ് റെസ്പോൺസ്, കാർഡിയോ പൾമണറി റെസസിയേഷൻ, കാർഡിയാക് പ്രഷർ റിലീഫ്, ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. എന്താണ് കറക്റ്റ് ആൻസർ? കാർഡിയോ പൾമണറി റെസസിയേഷൻ. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ മൂല്യനിർണ്ണയത്തിനായി മാനകികത പരിശോധനകളെ അമിതമായി ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന പോരായ്മകൾ. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ മൂല്യനിർണ്ണയത്തിനായി മാനകികത പരിശോധനകളെ അമിതമായി ആശ്രയിച്ചാൽ ഉണ്ടാകാവുന്ന പ്രധാന പോരായ്മ എന്താണ്? ആധികാരികമായ വിലയിരുത്തൽ പ്രോത്സാഹിപ്പിക്കില്ല, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്ന നിലയിൽ പാഠ്യപദ്ധതിയെ ചുരുക്കും, നിരന്തര മൂല്യനിർണ്ണയത്തെ പ്രോത്സാഹിപ്പിക്കും, വിദ്യാർത്ഥികളിൽ സർഗാത്മക വളർത്തും. ഇപ്പം എന്താണ്? ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ മൂല്യനിർണ്ണയത്തിനായി മാനകികത പരിശോധനകളെ അമിതമായി ആശ്രയിച്ചാൽ എന്താണ് ഉണ്ടാവുക? ഇവിടെ കറക്റ്റ് ആൻസർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്ന നിലയിൽ പാഠ്യപദ്ധതിയെ ചുരുക്കും. ഏത് തരം മണ്ണാണ് ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നവും ഇരുണ്ട നിറവും ഉയർന്ന ഫലപുഷ്ടിയും ഉള്ളത്? അപ്പോൾ മണ്ണിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ വിശദമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നൽകാം. നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഇതൊക്കെ കാണണം. ഇപ്പോൾ കളിമണ്ണ്, മണൽ, പശ്ചിമരാശി മണ്ണ്, പീറ്റ് മണ്ണ്. എന്താണ് ആൻസർ? പീറ്റ് മണ്ണാണ്. ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നവും ഇരുണ്ട നിറവും ഉയർന്ന ഫലപുഷ്ടിയുമുള്ളത് പീറ്റ് മണ്ണ്. മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷക സമ്പുഷ്ടമായ ജലലായനിയിൽ വളർത്തുന്ന പ്രക്രിയ. അഗ്രികൾച്ചർ എന്നുള്ള ടോപ്പിക്കിൽ വിശദമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വിശദമായിട്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിലല്ലാതെ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ ജലത്തിൽ സസ്യങ്ങളെ വളർത്തുക. എയ്റോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണും മണലും ഒന്നുമില്ലാതെ വായു, സൂര്യപ്രകാശം, വെള്ളം എന്നിവ കൊണ്ട് മാത്രം സസ്യങ്ങൾ വളർത്തിയെടുക്കുന്ന രീതിയാണ് എയ്റോപോണിക്സ്. ഇനി സെറിസ്കേപ്പിംഗ് എന്ന് പറഞ്ഞാലോ? ജലസേചനത്തിൻ്റെ ആവശ്യകത കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക. അതായത് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ പൂന്തോട്ട പരിപാലന രീതിയാണ് സെറിസ്കേപ്പിംഗ്. ജലസേചനത്തിൻ്റെ ആവശ്യകത കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ പൂന്തോട്ട പരിപാലന രീതി. ഇനി ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പ്ലാന്റ്സിനെ, ജീവനുള്ള സസ്യങ്ങളെ ഉപയോഗിച്ചിട്ട് മലിനമായ മണ്ണ്, വായു, വെള്ളം എന്നിവ വൃത്തിയാക്കുക. അതിനെയാണ് ഫൈറ്റോ റെമഡിയേഷൻ. അപ്പോൾ മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷക സമ്പുഷ്ടമായ ജലലായനിയിൽ വളർത്തുന്ന പ്രക്രിയയാണ് ഹൈഡ്രോപോണിക്സ്. ഇത് മറന്നു പോകേണ്ട. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ജലമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ്, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനും പരിവർത്തനം ചെയ്യാനും മാത്രമേ കഴിയൂ. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനോ എന്നാണ് കേട്ടോ. കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന തെർമോഡൈനാമിക്സിലെ നിയമം. ഇപ്പോൾ തെർമോഡൈനാമിക്സിലെ നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ നോക്കിയിട്ട് പോകണം എക്സാമിന്. ഏതാണ് ആൻസർ? 1-ാം നിയമമാണ്. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന തെർമോഡൈനാമിക്സിലെ നിയമം. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഉപോൽപ്പന്നമായി ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനം. ജലതന്മാത്രകളുടെ വിഘടനം, കാർബൺ സ്ഥിരീകരണ പ്രക്രിയ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിരോക്സീകരണം, ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണം. ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ? ജലതന്മാത്രകളുടെ വിഘടനം.
പരിസര പഠനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പരിസര പഠനത്തിനായി പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുക. അതെന്തായാലും അല്ല അല്ലേ. മനുഷ്യനും പരിസരവും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ച് പഠിക്കുക, പരിസ്ഥിതി നിയമങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓപ്ഷൻ തന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ആൻസർ എഴുതാൻ സാധിക്കും. അപ്പോൾ പരിസ്ഥിതി നിയമങ്ങൾ ഉണ്ടാക്കുക അതുമല്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി പരിസ്ഥിതിയെ പരിവർത്തനം ചെയ്യുക അതൊരിക്കലും അല്ല. അപ്പോൾ ഒന്ന് നോക്കിയേ, പരിസര പഠനത്തിനായി പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കലല്ല പരിസര പഠനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. പരിസ്ഥിതി നിയമങ്ങൾ ഉണ്ടാക്കലല്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി പരിസ്ഥിതിയെ പരിവർത്തനം ചെയ്യലല്ല. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? മനുഷ്യനും പരിസരവും തമ്മിലുള്ള ഇടപെടലുകളെക്കുറിച്ച് പഠിക്കലാണ് പരിസ്ഥിതി പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ധമനികൾ എന്നാണ് കേട്ടോ. ധമനികളുടെ ഉൾവ്യാസം കുറയുന്നതും കട്ടി കൂടുന്നതും സുപ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതും ഏത് രോഗത്തിൻ്റെ സവിശേഷതകളാണ്? ധമനികളുടെ ഉൾവ്യാസം കുറയുന്നതും കട്ടി കൂടുന്നതും സുപ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതും ഏത് രോഗത്തിൻ്റെ സവിശേഷതയാണ്? ആസ്തമ, സ്ട്രോക്ക്, അതിരോസ്ക്ലീറോസിസ്, ഹെമറേജ്. കറക്റ്റ് ആൻസർ അതിരോസ്ക്ലീറോസിസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ വീഡിയോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ എന്നെ അറിയിക്കുക, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്കതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം.